ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. വയനാട് ചീക്കല്ലൂരിൽ തോട്ടത്തിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കടുവാ സാന്നിധ്യമുള്ള പച്ചിലക്കാടിനടുത്ത പ്രദേശമാണ് ഇത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് ഇന്നലെയൊക്കെ നമ്മൾ നൽകിയ ആ സ്ഥലം, ആ പ്രദേശത്തിന് തൊട്ടടുത്ത സ്ഥലമാണ് എന്നാണോ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്? എന്താണ് അവിടെ? വനംവകുപ്പ് ക്യാമറ ട്രാപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. അനുജ, വനംവകുപ്പ് നിലവിൽ ഫുൾ ക്യാമറ നിരീക്ഷണം ഇന്നലെ മുതൽ തന്നെയുണ്ട്. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കാണുന്നില്ല. ഇതിനിടയിലാണ് പുതിയൊരു വിവരം ലഭിച്ചത്. അത് ചീക്കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കടുവയെ കണ്ടുവെന്നും ഒപ്പം തന്നെ കാൽപ്പാടുകൾ കണ്ടുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത്, പരിശോധന നടത്തുന്നത്. ഈ കടുവ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയുമില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കടുവ WL വയനാട് വൈൽഡ് ലൈഫിലെ ഉൾപ്പെട്ട 112-ാം നമ്പർ കടുവയാണ്. അത് ഒരു ആൺകടുവയാണ്. 5 വയസ്സാണ് ഈ കടുവയുടെ പ്രായം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കടുവയെ തേടിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. പ്രധാനമായും ഇത് ജനവാസ മേഖലയാണ്. ഈ ചീക്കല്ലൂരിൽ ഈ കടുവ തന്നെയാണോ കണ്ടത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പഗ്മാർക്കടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ആ കാൽപ്പാടുകളടക്കം പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. അങ്ങനെയെങ്കിൽ അത് അപ്പുറത്തേക്ക് അമ്മാനി നിർവാരം വഴി വനമേഖലയിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ആ കടുവയാണെങ്കിൽ അങ്ങനൊരു സാധ്യത നിലവിലുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജ്ജരായി നിൽക്കുന്നു. ഇവർ പല സംഘങ്ങളായി തിരിഞ്ഞ് ഈ മേഖലയിൽ ഇതിന്റെ കാൽപാദങ്ങൾ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി ഒരു തവണ അത് കൃത്യമായ രീതിയിൽ തന്നെ സൈറ്റ് ചെയ്തതും അത് ഡ്രോൺ പരിശോധനയിൽ അതിന്റെ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ കണ്ടതുമാണ്. ആ ചിത്രത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ 2 കമുകൾക്കിടയിൽ കിടക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. ഇതേ തുടർന്ന് പിന്നീട് ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഒന്നും തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം അത് ഒരുപക്ഷെ ഇത് വന്ന വഴിയെ തന്നെ തിരിച്ചു മടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇതൊരു അപകടകാരി എന്നുള്ള തരത്തിൽ പറയാൻ കഴിയില്ല. കാരണം നിലവിലിപ്പോൾ അങ്ങനെ ഒരു വളർത്ത് മൃഗങ്ങളെ ആക്രമിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ ആക്രമിക്കുന്ന പ്രശ്നങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം കണിയാമ്പറ്റ പഞ്ചായത്തിലും പനമരം പഞ്ചായത്തിലുമായി 5 വാർഡുകളിൽ, മൊത്തം 10 വാർഡുകളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദൗത്യം തുടരുകയാണ്. ഇവിടെ 4 റേഞ്ച് ഓഫീസർമാരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഘങ്ങളായി തിരിഞ്ഞ് ഇവിടെ തോട്ടങ്ങളടക്കമുള്ള പ്രദേശമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. കാപ്പിത്തോട്ടങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മറഞ്ഞിരിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. ദൗത്യം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദൗത്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരുടെ സഹായത്താൽ ഈ തെരച്ചിൽ ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.